മൂന്നാറിലെ കയ്യേറ്റക്കാരോട് ഒരു ദയാദാക്ഷിണ്യവും ഉണ്ടാകില്ലെന്ന സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത പരിസ്ഥിതി പ്രവർത്തകരുടെയും മാധ്യമപ്രതിനിധികളുടെയും മതമേലധ്യക്ഷന്മാരുടെയും യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കയ്യേറ്റമൊഴിപ്പിക്കൽ വിഷയത്തിൽ ഇടതുമുന്നണി ഒറ്റക്കെട്ടാണ്. അല്ലെന്ന് വരുത്തി തീർക്കുന്നത് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാത്തവരാണ്. രാഷ്ട്രീയ ജീർണത ഇടുക്കിയിൽ മാത്രമല്ല എല്ലായിടത്തുമുണ്ടെന്ന മാധ്യമപ്രതിനിധികളുടെ അഭിപ്രായങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. മൂന്നാറിലെ കയ്യേറ്റം അവസാനിപ്പിക്കാൻ നിയമഭേദഗതിയോ പുതിയ നിയമനിർമ്മാണമോ സർക്കാർ ആലോചിക്കുന്നതായി മുഖ്യമന്ത്രി വിശദീകരിച്ചു. കയ്യേറ്റമൊഴിപ്പിക്കലിൽ മതസംഘടനകളുടെ അഭിപ്രായം സ്വരൂപിക്കാനാണ് മതമേലധ്യക്ഷന്മാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചത്. മൂന്നാറിലെ നടപടികൾക്ക് ഇവർ പിന്തുണയറിയിച്ചു. പാപ്പാത്തിച്ചോലയിൽ കുരിശുപൊളിച്ച സംഭവം പോലെ മതവികാരം വ്രണപ്പെടുത്തുന്ന നടപടി ഉണ്ടാകരുത്. ആരാധനാലയങ്ങളുടെ കൈവശമുള്ള ഭൂമിക്ക് പട്ടയം വേണമെന്നും ഇവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വിവിധ മതങ്ങളുടെ ആരാധനാലയങ്ങൾക്കൊന്നും തന്നെ പട്ടയമില്ല. അങ്ങനെയുള്ള ആരാധനാലയങ്ങൾക്ക് പട്ടയം നൽകുന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഗൗരവമായി ആലോചിക്കുക. റവന്യൂ നിയമങ്ങൾ ദുർബലമായതിനാൽ മൂന്നാറിലെ നടപടികൾക്ക് വനനിയമം ബാധകമാക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ യോഗത്തിൽ പറഞ്ഞു. എല്ലാം തന്നെ ഒഴിപ്പിക്കണം. അവിടെ യാതൊരു നിർദാക്ഷിണ്യമായി തന്നെ ഒഴിപ്പിക്കണം. പരിസ്ഥിതി പ്രവർത്തകരുടെ യോഗത്തിലേക്ക് ക്ഷണമില്ലാതിരുന്ന വ്യക്തിയെത്തി അഭിപ്രായം പറഞ്ഞത് ആശയക്കുഴപ്പത്തിനിടയാക്കി. മൂന്നാർ സ്വദേശിയായ ഇയാൾ മൂന്നാറിൽ കയ്യേറ്റമല്ല കുടിയേറ്റമാണെന്ന് പറയുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.